12 ക്യാമ്പുകളുടെ വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ആവശ്യമായ ക്യാമ്പുകൾ തുടങ്ങാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൂടി നിർദ്ദേശത്തിന് വിധേയമായി തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കേണ്ടതാണ് നിർദ്ദേശിച്ചത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ട് വരുന്നതേ ഉള്ളൂ. തദ്ദേശ വകുപ്പ് എന്ന നിലയിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വയനാട്ടിൽ പ്രത്യേകിച്ചും പൊതുവിൽ എല്ലായിടത്തും ഈ സാഹചര്യത്തിൽ കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പുലർത്തേണ്ട ജാഗ്രത, അടിയന്തരമായി നടത്തേണ്ട ഇടപെടൽ എന്നിവ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ മുൻകൈ എടുക്കണം. അതിലെല്ലാം പ്രധാനം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളുമാണ്. അതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ വേഗത്തിൽ അടിയന്തരമായിട്ട് ഏർപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിലൊന്നും ഇപ്പോൾ ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ മുകളിൽ നിന്നുള്ള ഉത്തരവ് തന്നെ കാത്തു നിൽക്കാതെ അവിടെ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാൻ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രശ്നം നിലനിൽക്കുന്നു, അവിടെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അവരെ തൽക്കാലത്തേക്ക് പുനർവിന്യസിക്കാം. അതിനുള്ള നിർദ്ദേശം ജോയിന്റ് ഡയറക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ല, അതാത് സമയത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക. കാരണം ഒരു ദുരന്ത സമാനമായ സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ നിർദ്ദേശങ്ങൾ പ്രധാനമാണ്. അതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാം. എന്നാൽ അടിയന്തരമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുകയും വേണം. അതിനൊരു തടസ്സവും വരില്ല. ഒരു കാര്യം ഇപ്പോൾ നാട്ടുകാർ രാവിലെ പറയുന്ന കാര്യമാണ്. ഇന്നലെയും ഉച്ചശേഷം മഴ ശക്തമായപ്പോഴേ പലരും ഇപ്പോൾ ഈ ഉരുൾപൊള്ളുണ്ടായ സ്ഥലങ്ങളിൽ പലരും അവരുടെ ബന്ധുക്കളിൽ മാറിയിരുന്നു. ഒരു ഉയർന്നു വരുന്നൊരു ആരോപണം, ഇത്ര മഴ ശക്തമായിട്ട് പോലും ഈ ഭാഗത്തുനിന്ന് പ്രാദേശിക തലത്തിലുള്ള പഞ്ചായത്തുള്ള തദ്ദേശ സ്ഥാപനമായിട്ട് ഒരു നടപടിയെടുത്തില്ല എന്നുള്ളൊരു ആരോപണം വന്ന് ഉയർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലാണ്. അതുപോലെ തന്നെ മുൻകരുതൽ നടപടികൾ മറ്റു പ്രദേശങ്ങളിലും സ്വീകരിക്കുക എന്നതിലാണ്. ബാക്കി തർക്കത്തിലേക്ക് വിവാദത്തിലേക്കൊന്നും പോകേണ്ട സമയമല്ലായിരുന്നു. മന്ത്രി എം പി രാജേഷാണ് പ്രതികരിച്ചത്. വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ വാക്കുകൾ. എന്നാലും കൂടുതൽ വിവരങ്ങൾ അവിടുന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഷബീറിലേക്കും നമ്മൾ എത്താം. എന്തായാലും അവിടെ ഇപ്പോൾ ആ നദി ക്രോസ് ചെയ്ത് ഇരുവഴിപ്പുഴ ക്രോസ് ചെയ്ത് അവിടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കൂടുതൽ ആളുകളെ കൂടുതൽ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ എത്താനുള്ള ശ്രമം നടക്കുന്നു. അത് NDRF ഉണ്ട്, ഒപ്പം പോലീസിൻ്റെ പ്രത്യേക സംഘവും അവിടെ ആ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോപ്പ് കെട്ടി ഇരവഴിപ്പുഴ ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദൗത്യം. ആ ദൗത്യത്തിനായുള്ള ശ്രമം അത് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. തകർത്തെറിഞ്ഞാണ് ആ ഉരുൾപൊട്ടലുണ്ടായത്. ഒരു പ്രദേശത്തെ ആകെ അടിമുടി വലിച്ചെറിയുന്ന മട്ടിൽ ആ ഭൂമി ഒന്നാകെ ഒലിച്ചുപോയി. സ്കൂളിൻ്റെ പരിസരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളാറുള്ള സ്കൂളിനോട് ചേർന്നുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും നമുക്ക് കണ്ടു നിൽക്കുക അസാധ്യമായിട്ടുള്ള ഒരു ദൃശ്യമായി തന്നെ തോന്നുന്നു. എത്രമാത്രം ഭയങ്കരമാണ് അവിടുത്തെ കാഴ്ചകളെന്ന് നോക്കുക, എത്രമാത്രം ഭീകരമാണ് അവിടുത്തെ ദൃശ്യങ്ങളെന്ന് നോക്കുക. നമ്മൾ കണ്ടതിനുമൊക്കെ എത്രയോ മുകളിലാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ എത്രയോ മുകളിലാണ് ആ ദുരന്തം, ആ ഉരുൾപൊട്ടൽ എന്നുള്ളതാണ്. 56 മരണം ഇതോടകം സ്ഥിരീകരിച്ചു. പക്ഷേ മരണനിരക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് മന്ത്രി ഔദ്യോഗികമായി കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് ഈ മരണനിരക്ക് 56 എന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ അതുമല്ല, അതിനുമപ്പുറത്തേക്ക് തൊട്ടുമുമ്പ് ഷബീർ ഫോണിൽ സംസാരിച്ചപ്പോൾ തന്നെ ഒരു മൃതദേഹം NDRF സംഘം ആ പുഴയുടെ ഇപ്പുറത്തേക്ക് റോപ്പിൽ കെട്ടി അയക്കുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ എത്രയോ മൃതദേഹങ്ങൾ അവിടെ രക്ഷാപ്രവർത്തകർ വീണ്ടെടുക്കുന്നു, രക്ഷാപ്രവർത്തകർ കണ്ടെത്തുന്നു. ഇതൊന്നും ആ കണക്കിലേക്ക് ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം. ആ ദൗത്യം അത് ദിവസങ്ങൾ നീളുകയും ചെയ്യും.